ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയേക്കാണ് ഞാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെന്മല എക്കോ ടൂറിസത്തിലാണ്. ഇവിടെ എക്കോ ടൂറിസത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് തെന്മല എക്കോ ടൂറിസം. അപ്പം നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ ഓൾറെഡി അമ്മയും ആൻറ്റിയും അന്നയും പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് റൂട്ട് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ഹണിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫ്രണ്ടിൽ ഇതാണ് റിസപ്ഷൻ കേട്ടോ. ഇവിടാണ് ഞാൻ പറഞ്ഞത് തേനിൻ്റെ മലയാണ് തെന്മല, അങ്ങനെയാണ് തെന്മല എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ പുള്ളിക്കാരുടെ അടുത്തെത്തിയപ്പോൾ പുള്ളിക്കാരി ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് പറയാണ്. എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പം നമ്മളൊരു നാലഞ്ച് പേരുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലൂടെ കയറി ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് പിള്ളേരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ നല്ലൊരു താമരയല്ലേ ഒരു കുളം കണ്ടു. അപ്പോൾ ഞാൻ ജോഷുവും ജുവലിനെയും കൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിന് വേണ്ടുന്ന പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല, നമുക്ക് വലിയവർക്ക് 3 പേർക്ക് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ തേനിൻ്റെ മല തെന്മല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൂമിലോട്ട് എൻ്റർ ചെയ്യുമ്പം ഈ തേനീച്ചയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച കുറേ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വലിയൊരു തേനീച്ച കൂടി ഇങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തേനീച്ചയും ഉണ്ട് കേട്ടോ. അപ്പം അതായിരുന്നു അവിടെ കാണാനുള്ള കുറേ കാര്യങ്ങൾ, തേനിൻ്റെ കുറേ ഡീറ്റെയിൽസ്, തേനീച്ചയുടെ പാർട്സ്, അങ്ങനെ എല്ലാം പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ആ റൂമിൽ നമ്മൾ കയറിയപ്പോഴേ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തേ. അത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ ഇനി ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോകും. അപ്പോൾ കടയൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊരു വലിവുണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഓൾറെഡി ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് തക്കാലത്തേക്ക് ജ്യൂസൊന്നും വാങ്ങിച്ചില്ല. തന്നെ ആ സിംഹത്തിൻ്റെ തലയ്ക്കകത്തൂടെയാണ് നമ്മൾ അകത്തോട്ട് ചിൽഡ്രൻസ് പാർക്കിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ജോഷുവോടെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർ കിട്ടിയ അവസരത്തിൽ നല്ല രീതി യൂസ് ചെയ്ത് ഇതിലേക്കൂടെയൊക്കെ കയറി ഇറങ്ങി ഓടിച്ചാടി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ എല്ലാവരും ഇവിടങ്ങളിലായി ഒന്ന് ഇരുന്ന് സെറ്റായി കേട്ടോ. എല്ലാവരും നടന്ന് വന്നതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ തീർത്ത് അവിടെ അത്യാവശ്യം തണലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. ജോഷുമോൻ ഇങ്ങനെ പലവിധ പോസുകൾ കാണിച്ചു തരും കേട്ടോ എനിക്ക്. എന്താ പറഞ്ഞ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞി ഇതേ കയറി പോകുന്നുണ്ട്. കുഞ്ഞിക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ, പക്ഷെ എന്തോ സമ്മതിച്ചു. പിന്നെ അതേ അമ്മ ഇവിടെ ഫുൾ റെസ്റ്റായി. അന്നയും ജുവലും കൂടെ അവിടെ ഊഞ്ഞാലാടുവാണ് കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പം ആ സിംഹത്തിന്റെ തലയുടെ അകത്തൂടെ കയറി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്തോ ചെമ്മരിയാട് ചെമ്മരിയാട് എന്തുവാ ചെമ്മരിയാട് ഇഷ്ടപ്പെട്ടോ? ബാ. പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോകുന്തോറും ഓരോരോ ജീവികളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജീവികൾ ഏതാണെന്നും അവരുടെ ശാസ്ത്രീയ നെയിം എന്താണ്, സയൻറ്റിഫിക് നെയിം എന്താണെന്നും അതുപോലെ തന്നെ അവരുടെ നക്ഷത്രവും അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നക്ഷത്രം നമ്മൾ മനുഷ്യന്മാർ ജനിച്ച നക്ഷത്രം പറയത്തില്ല, തിരുവാതിര അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ എന്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല കേട്ടോ. തിരുവാതിര അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും അങ്ങനെ ഒരു നക്ഷത്രം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പറയാനായിട്ട്. അപ്പം നമ്മൾ അവിടെ എലിയെ കണ്ടു, മുയലിനെ കണ്ടു, എരുമയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അകത്തോട്ട് വരുവാണ്. ഇവിടെയാണ് ശരിക്കും പാർക്ക് കുഞ്ഞുങ്ങളുടെ കേട്ടോ. കുറേ എന്താ പറയുക സ്ലൈഡും അതും ഇതൊക്കെ തന്നെയാണ്. പിന്നെന്താ
പട്ടി മീൻസ് ശ്വാനം അങ്ങനെയല്ലേ പറഞ്ഞത്, അതുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഒട്ടകം ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സംഭവങ്ങളും അത്യാവശ്യം മൃഗങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട് കേട്ടോ ആ പാറയുടെ മണ്ടയിൽ. അന്ന വന്നപ്പോഴേ ഒരു റൈഡിൽ കയറി വട്ടം പിടിച്ചിട്ടുണ്ട്. അന്നയും കുഞ്ഞാണല്ലോ, അപ്പൊ അവൾ അതിനകത്ത് കയറി കളിക്കുകയാണ്. ജുവൽ വന്നപ്പോഴേ ഒരു സ്ലൈഡിൽ കയറിയിട്ടുണ്ട്. ഈ സ്ലൈഡിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ താഴെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, വലിയൊരു ഒട്ടകത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സംഭവമാണ്. പിന്നെ ഒരു കുതിര ഉണ്ടായിരുന്നു അവിടെ കേട്ടോ, നല്ല വലിയൊരു കുതിരയാണേ. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പം പിന്നെയും കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു കടുവയുണ്ട്. പിന്നെ ജോഷു ആണെങ്കിൽ സ്ലൈഡിനകത്തെല്ലാം കയറി കിടന്ന് കളിയാണ് കേട്ടോ. ഏകദേശം ഒരുമാതിരി വലിയ പിള്ളേർക്ക് വരെ കളിക്കാനുള്ള എല്ലാ ടൈപ്പ് റൈഡുകളും നമുക്ക് ഈ ഒരു പാർക്കിലുണ്ട്. നമുക്ക് 20 രൂപ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത്ര നഷ്ടമൊന്നും പറയാനില്ല. 20 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ്. പാർക്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കടുവ ഉണ്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുക എന്താണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. പിന്നെ അങ്ങോട്ട് പോകുമ്പം കുഞ്ഞു പിള്ളേർക്കുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ പശുവല്ല, കാളയല്ലേ ഇത്. കാള ഉണ്ട്. കാളയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു മരത്തിനകത്തായിട്ട് കാക്കയും മൂങ്ങയും അതിൻ്റെ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പം പശു ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. കുറേ ചെടികളുടെയും മരങ്ങളുടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും പിന്നെ ഇതുപോലെ നക്ഷത്രം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ജോഷൻ മോൻ ഇവിടെ എല്ലാ റൈഡുകളിലും കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നല്ലോ പിള്ളേരുടെ ആഗമന ഉദ്ദേശം. അതവർ നന്നായിട്ട് നിറവേറ്റുന്നുണ്ട്. ഇതൊരിങ്ങനെ ഊഞ്ഞാല് പോലെ ആടിയിട്ട് സ്ലൈഡിൽ കയറുന്ന കറങ്ങുന്ന സാധനം കേട്ടോ. ഇങ്ങനെ ഉരുണ്ട് വരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണെങ്കിൽ നല്ലൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഫോട്ടോ എടുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം അന്നതേ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണം. അപ്പം അവിടെ താഴെ ഒരു കുളം പോലെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാം. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ എഴുന്നേറ്റ് വിചാരിച്ചു ആ കുളത്തിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളത്തിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ വിളിക്കുക കുളം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അന്നയുടെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു സിംഹത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ താമരയാണോ ആമ്പലാണെന്ന് തോന്നുന്നു. താമരയല്ലല്ലോ ഇത്, നല്ല പർപ്പിളോ പിങ്ക് കളർ താമരയുള്ള നല്ല അടിപൊളി ഒരു കുളം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി. കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അതിനകത്തുള്ള. അപ്പം അമ്മ ഇങ്ങനെ നടന്നു വരുമായിരുന്നു ഞങ്ങൾ രണ്ടും ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലം. എനിക്ക് അതിനകത്ത് നമ്മൾ ആ പാർക്കിൽ കയറി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സ്ഥലമാണ്. ഒരു മിനിറ്റ്, നമ്മളിവിടെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ കൂലങ്കക്ഷമായ കുറച്ച് ചർച്ചയിലായിരുന്നു. ഇനി എന്ത് വേണം, പുറത്തൊക്കെ ഇപ്പം ഫുഡിന് കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണല്ലോ, ഈ LPG പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സമയം കൊണ്ട് പിള്ളേരിവിടെ രണ്ടുപേരും കേറിക്കോ. ജോഷി ഒരു കൈ കാണിക്കടേ, ഒരു കൈ കാണിക്കണം. ബാ നമുക്ക് ആ ചേട്ടൻ ഇറങ്ങിയിട്ട് ഇറങ്ങാവൂ, അല്ലെങ്കിൽ ദേഹത്ത് ഇടിക്കും. അവിടെ നിക്കണേ. അയ്യോ വീണോ? ജോഷി അവിടെ കുത്തി. ജോലി പതുക്കെ ഇറങ്ങണേ. പിടിക്ക് സ്റ്റഡി ഗോ. അത് സൂപ്പറായിരുന്നു. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. ആണോ? പാണ്ഡ്യാലോ ജുവലി മോള് മുട്ടയിട്ടേ. ആ മുട്ടയാണോ തലയിരിക്കുന്നേ? മുട്ടത്തല. ആരുടെ മുട്ടത്തല? ജുവൽ ആരുടെ മുട്ടത്തല? ബുൾസ് അടിച്ചാലോ നമുക്ക് മുട്ട? മുട്ട അടിച്ചാലോ? ബുൾസ് അടിച്ചാലോ നമുക്ക്? ബാ കൊതുക, ബാ പോവാം നമുക്ക്, ബാ.
അപ്പം ഞങ്ങൾ അവിടുന്ന് മോളത്തെ സെക്ഷൻ വന്നപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പം ജോഷു അവളെ ഇങ്ങനെ കറക്കുവാണ് കേട്ടോ. ജോഷുക്ക് ഇതിനകത്തിരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കുറച്ചൊന്ന് സ്പീഡിൽ കറങ്ങുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ കുലുങ്ങുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ ഇവിടെ പിടിച്ച് ആനയുടെ മണ്ട ഇരുത്തി കേട്ടോ. ആന ഇഷ്ടമല്ലയോ? അയ്യോ കുയിലോ? അത് കുയിലല്ല, മയില്. ബാ ബാ. ഓ എനിക്ക് വയ്യ. ബാ വാ. അപ്പോൾ ഇത്രയും നേരം റൈഡിലൊക്കെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്ന ആൾ തിരിച്ചു പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായി. എനിക്ക് കാലുവേദന എടുക്കുന്നു, നടുവേദന എടുക്കുന്നെന്നും പറഞ്ഞു. പിന്നെ ജ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയി. ജുവലെ കൊരങ്ങനെ കണ്ടോ നീ? ഒരു ഹായും ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മള് പോവില്ലയോ? നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാന്ന് പറ. ദാണ്ട കൊരങ്ങൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്കോ ടൂറിസം വിശേഷം. ഇതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം പാർക്കിൽ കൊണ്ടുവരണ്ടല്ലോ ഇല്ലയോ? അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അവിടെ ഇരിക്കുക. അതിൻ്റെ രണ്ടും എടുക്ക്. റാബിറ്റ് റാറ്റ് താണ്ടടി. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പം എന്താ പറയുക, ഇവിടെ ഈ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ, ബട്ടർഫ്ലൈ പാർക്കുണ്ട്, അഡ്വഞ്ചർ പാർക്കുണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡിയർ പാർക്കുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നതുകൊണ്ട് ജസ്റ്റ് ഈ പാർക്കിലൊന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മളെ സംബന്ധിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ട് വന്നതൊന്നുമല്ലോ. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയ വഴിക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി തിരിച്ച് ഇപ്പം തെന്മലയിൽ നിന്ന് കൊട്ടാരക്കര കൊല്ലം പോകേണ്ടതാണ്. നമ്മുടെ വീട് അവിടെ ആണല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഒരുപാട് നേരം ഒന്ന് ചുറ്റിക്കിറങ്ങാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കയറ്റി പാർക്കൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ തെന്മല എക്കോ ടൂറിസം. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ വരണം കേട്ടോ. അപ്പോൾ താങ്ക്